ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തായി പെരുന്നാളിലൊക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ പെരുന്നാൾക്ക് ഞാൻ ഒരു ദിവസം മുമ്പ് മെഹന്തി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എണിച്ചിട്ട് മെഹന്തി എല്ലാം ചുവന്നിട്ടുണ്ടാകാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കളർ വന്നേ, പിന്നെ ടൈം പോകുന്നതൊക്കെ കളർ വന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുളിച്ചിട്ട് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. അങ്ങനെ ഒന്ന് പള്ളിക്കെല്ലാം പോയി വന്നിട്ടായിട്ട് ഞാൻ പെട്ടെന്ന് നനച്ചിട്ടായിട്ട് പിന്നെ അടിച്ചിട്ട് തോർത്താലിട്ട് വന്നു. പള്ളിയിൽ നിന്ന് കഴിയുമ്പോൾ കാളെത്തുമല്ലോ, ആൾക്കാർ വരാനിട്ട് കഴിയും. അങ്ങനെ പെട്ടെന്ന് അടിച്ചിട്ട് തോർത്താറിഞ്ഞിട്ട് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പണിക്ക് കഴിഞ്ഞ് അങ്ങനെ ഓന് പള്ളിക്കെല്ലാം പോയിട്ട് വന്നിട്ട് ഓന് പിന്നെ ഫുഡ് ഉണ്ടാക്കിനതിന്. അങ്ങനെ കറീൻ്റെ ഫോട്ടോ എടുത്തിന്, പക്ഷേ ബീഫ് കറി വെച്ചതിന്. നെയ്ച്ചോറിൻ്റെ വീഡിയോ എടുക്കാൻ കിട്ടിയിട്ട് വീഡിയോ എടുത്തിന്, പക്ഷേ അത് ഇതായിട്ട് വന്നിട്ട് അങ്ങനെ എല്ലാ പെരുന്നാൾക്കും ഞങ്ങൾക്ക് പിന്നെ ഉണ്ടാകുന്നത് നെയ്ച്ചോറ് വെക്കാനാ അല്ലെങ്കിൽ ബിരിയാണി മന്തി അങ്ങനെ കിട്ടും. ഈ പെരുന്നാൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊണ്ട് ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അതെല്ലാം റെഡി ആയി. പിന്നെ ഞാൻ ഓനെ കുളിപ്പിച്ചിട്ട് ഓനക്ക് ഡ്രസ്സാക്കുന്നുണ്ട്. ഓനിന്നെ ഡ്രസ്സ് ഇടുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ഓനെ റെഡിയാക്കി പിന്നെ ഞാൻ ഓൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഓനെ മീത്ത കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം റെഡിയായി പിന്നെ എന്നെ എടുത്തില്ലെങ്കിൽ ഓന് ഫുള്ള് പെരക്കിയിട്ട് വെക്കുന്നു. അങ്ങനെ ഞാൻ അത് റെഡിയാക്കുക. പിന്നെ ഓനക്ക് മൂടും ഉണ്ടാവില്ല ഫോട്ടോ എടുക്കാൻ, ഫോട്ടോത്തിലൊന്നും നിൽക്കില്ല. അതിനെക്കൊണ്ട് ഡ്രസ്സ് ഇടിപ്പിച്ച് ഞാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടായിട്ട് ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഓനും കിനിനോറൊക്കെ അവിടെ പോയി വന്നിട്ടായിട്ട് ഇനി ഓൻ്റെ ഡ്രസ്സും ഷൂ എല്ലാം മാറ്റി ചാടിന്. അങ്ങനെ 2-3 വട്ടം എൻ്റെ ഡ്രസ്സ് ഞാൻ ഇടിപ്പിച്ചിന്. ഇടുന്ന് മാറ്റുന്നു. അങ്ങനെ പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ എന്താക്കി റെഡിയായി. പിന്നെ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സെല്ലാം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആക്കാവോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അങ്കിൾ പൂ കൊണ്ട് വന്നിട്ട് അതിന് മേലെ പൂ ഇത് ഇടണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അത് ഞാൻ എൻ്റെ മാരേജിൻ്റെ സമയത്തല്ലാത്ത കണ്ടില്ലേ. അതിൻ്റെ ശേഷം ഞാൻ ഇട്ടിട്ടേ ഉണ്ടാവില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല ഇങ്ങനത്തെ പൂവെല്ലാം ഇടുന്നത്. പിന്നെ ഓന് നിർബന്ധത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും തലേൻ്റെ ഉള്ളിലൊക്കെ കിളിപ്പിൻ്റെ ഉള്ളിലെല്ലാം ഇട്ടിട്ട് പിന്നെ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് വെറുതെ അവിടെ ഇരുന്നിട്ടുണ്ടായി പോരയില്ല. എന്നിട്ട് പിന്നെ കുറച്ച് സമയമായിട്ട് ഓന് വന്നിട്ട് ഓന് പറഞ്ഞ് എൻ്റെ പെങ്ങളടുക്ക് പോയിട്ട് തരാനായിട്ട്. അങ്ങനെ പെങ്ങളെ പരിക്കെത്തി. പിന്നെ ഇതെൻ്റെ പെങ്ങളെ 2 കിടാക്കും, 4 ഉണ്ട്, ഇത് 2 ട്വിൻസ്. അങ്ങനെ അടുത്തിട്ടേ പിന്നെ അവിടുന്ന് ജ്യൂസ് എല്ലാം തിന്നിട്ട് പിന്നെ ഇതായത്തിട്ടാണ് ഓള് ചുട്ട പെരുന്നാപ്പം. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് ഞാൻ ഓരോ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് വന്നവർക്ക് ബയോക്ക് ഡ്രസ്സ് എടുപ്പിച്ചത്. എങ്ങനെ ചിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ചിരിക്കുന്നില്ല. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കൊടുത്ത് പിന്നെ ഇത് ഓരോ 3 ആളൊക്കെ തന്നിപ്പിച്ചിട്ട് എടുക്കാനായിട്ട് 4 ആളെയും യോനില്ലേ പിന്നെ നിൽക്കുന്നേയില്ല. ഇങ്ങനെ അവന് ഫോട്ടോത്തിൽ നിൽക്കൽ കുറവ്, ചെറുത്തിൽ നിന്നോടെ ഇപ്പം നിൽക്കുന്നേയില്ല തീരെ. അങ്ങനെ പിന്നെ അമ്മായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് പിന്നെ നേരെ അമ്മായിരുന്നു വിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഉറപ്പ് എടുക്കാനിട്ടുണ്ടായി. അപ്പോൾ ഉമ്മാൻ്റെ ഉറക്ക് തന്നെ ഞാൻ വിചാരിച്ച് ചാച്ചാൻ്റെ അടുക്കും പിന്നെ അളാപ്പാൻ്റെ അടുക്കല്ലോ ഉമ്മാൻ്റെ ഉറക്ക് തന്നെ പോകാറിഞ്ഞിട്ട് ഇനി ഓനെ കിട്ടൂല. എനിക്ക് ഓന് ചങ്ങായിമാരൊക്കെ പോകാൻ കഴിഞ്ഞ് അങ്ങനെ ഞാനിതാ ഉമ്മാൻ്റെ ഉറക്ക് തന്നെ പോയി. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ചാച്ചാൻ്റെ അടുക്ക് വന്നത്. അങ്ങനെ ചാച്ചാൻ്റെ അടുത്ത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ അളാപ്പാൻ്റെ അടുക്ക് വിട്ട് അങ്ങനെ അളാപ്പാൻ്റെ ആയിരുന്നു. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് പിന്നെ പെരുന്നാൻ്റെ പേടിയെങ്കിലും ജ്യൂസ് കുടിക്കുക അതിനെല്ലാം അത് കുടിച്ച് അങ്ങനെ വേറെ പറയുന്നു മാമ ഇത് This is my grandma, old age, 99, on sal, 100 century. അങ്ങനെ മാമാൻ്റെ അവിടെ നിന്ന് മാമാനോട് പോയിട്ട് മാമാട് മുണ്ടിട്ടായിട്ട് പിന്നെ അവിടെ തന്നെ എല്ലാ ആളാപ്പന്മാരെല്ലാം ഉള്ളത് തെറ്റ് പറയാം. അങ്ങനെ അവിടെ തന്നെ ഒരു പരിക്ക് കറിക്കൊണ്ടും കിഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെയില്ലേ എൻ്റെ തീരിൻ്റെ അടുക്ക് വിട്ട് പിന്നില്ലേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് കേൾക്കുമോ അതൊന്നും മൈൻഡാക്കിയെടുത്ത് ഞാനില്ലേ എൻ്റെ പുരയിലുള്ളത് പെരുന്നാളിൻ്റെ വന്നതല്ലേ. അപ്പം എൻ്റെ പുരയിലുള്ള അപ്പോൾ ഫുൾ ആളുണ്ട്. ദീദീൻ്റെ പിള്ളേരും അങ്ങനെ ഫുൾ ആൾ പുരയിൽ. അപ്പോൾ പോയിട്ടായിട്ട് വോയിസ് കൊടുക്കാറുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറയാവും. അതിനെ കൊണ്ട് ഞാൻ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം രാത്രിയാണ് വോയിസ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ സൗണ്ടൊന്നും ഞാൻ മൈൻഡാക്കരുത്. അങ്ങനെ ഞാൻ എൻ്റെ ദീദിൻ്റെ പരിക്കെത്തി. അങ്ങനെ ദീദിൻ്റെ പിള്ളേരൊക്കെ കണ്ടതല്ലോ. പിന്നെ ഇതെപ്പോഴും എൻ്റെ വീഡിയോയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണുന്നതല്ലേ. എന്താ പറയുന്നത് അപ്പുറം നമ്മളിൽ കേൾക്കണം. കമന്റ് ഇട്ട് ചെല്ലുമ്പോൾ അവർക്ക് നടന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ഇടൂ, കമന്റ് ഇടൂ. അങ്ങനെ അവൾ പറഞ്ഞ പോലെ അവളുടെ ഡ്രസ്സ് പാകണ്ടെന്ന് കമൻ്റ് ആക്കാവോ. പിന്നെ നമ്മൾ പിള്ളേർ പറഞ്ഞ ഞങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. അങ്ങനെ നമ്മൾ നേരെ ആയിരുന്നു കുഞ്ഞുമാൻ്റെ അടുത്ത് ഇട്ട് കുഞ്ഞുമാൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടേ എൻ്റെ കസിൻസ് ഓറപ്പരക്കാണ് നമ്മൾ നേരെ വിട്ടത്. അങ്ങനെ അടുത്തിട്ട് അമ്മയുടെ നോക്കും പൂച്ചനെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. പോയെങ്കിൽ പുറത്ത് പോയെങ്കിൽ വരുന്നില്ലല്ലോ, അതിനെ തൊട്ട് എന്നെ കെട്ടിട്ട് ചേച്ചിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാപ്പത്തിൽ അത് കിടന്നതിന് ബേജാറില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പൂച്ചനെല്ലാം കണ്ടെങ്കിലും തൊട്ടിട്ട് കൊങ്ങാട്ടാക്കിയില്ല, അങ്ങനെ സമാധാനമില്ല. അങ്ങനെ അതിനെടുത്തിട്ട് മടിയിലെല്ലാം വെച്ച് ഞാൻ കുറച്ച് സമയം
എനിക്ക് ഇഷ്ടം പൂച്ചനെ ഇങ്ങനത്തെ സംഭവത്തിന് പൂച്ചനെയും കോഴി അതെല്ലാം എനിക്ക് പിടിച്ചു. അങ്ങനെ നമ്മൾ കുഞ്ഞുമ്മൻ്റെ അടുത്ത് നേരെ നമ്മൾ പെരക്ക് വിടാനായിരുന്നു പ്ലാൻ ഉണ്ടായത്. പക്ഷേ അവിടുന്ന് അളാമ്മൻ്റെ അടുക്കും ബാബീൻ്റെ അടുക്കല്ലേ നമ്മൾ പോയിന്. നമ്മൾ പോകുമ്പോൾ കാറിൽ 3 ആളുണ്ടായതെങ്കിലും വരുമ്പോൾ കുറേ ആളെ അങ്ങനെ സ്ഥലമില്ലാത്തിട്ട് പിള്ളേരെല്ലാം ഡിക്കിയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിട്ടുണ്ട് കേസ്. അങ്ങനെ ഞാൻ അളാമ്മൻ്റെ അടുക്ക് എത്തിയാൽ അളാമ്മൻ്റെ അടുത്ത് കുറച്ച് ജ്യൂസെല്ലാം കുടിച്ച് ചായയെല്ലാം കുടിച്ചിട്ട് ഇരുന്നതാണ്. ഉമ്മ അളാമ്മനോടെല്ലാം ബിസി ആക്കുന്നുണ്ട്. പിന്നെ ഉമ്മൻ്റെ അനിയത്തിനെ കൊണ്ട് ബിസിയും പറഞ്ഞ് തേനില്ല വെക്കും. അങ്ങനെ ഓടി ഇരുന്നിട്ട് ബിസി ആക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അടി ഇരുന്നിട്ട് പിന്നെ നേരെ എൻ്റെ ബാബിൻ്റെ അടുക്ക് ഇട്ട് ആടുന്ന് പിന്നെ നേരെ പെരക്ക് പോയി. അപ്പോൾ എൻ്റെ ഇത് വിശേഷം ഇത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത്.